മംഗളൂരുവിലെ ബജരംഗ്ദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതകത്തിൽ NIA അന്വേഷണം പ്രഖ്യാപിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. മെയ് 1-നാണ് കാറിൽ പോകുകയായിരുന്ന സുഹാസിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഇപ്പോൾ സുഹാസ് ഷെട്ടിയുടെ മരണത്തിൽ NIA അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, സുഹാസ് ഷെട്ടിയുടെ കൊലപാതകം നടന്നത് കഴിഞ്ഞ മെയ്യിലാണ്. ഇതിനെ തുടർന്ന് വലിയ രീതിയിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ചോദ്യം ചെയ്തിരുന്നു. അറസ്റ്റിലായവർക്കൊക്കെ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയങ്ങൾ സംസ്ഥാന പോലീസിൽ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇതുവരെയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് 9 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേസമയം ഈ സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ ചില പൊരുത്തക്കേടുകളും എത്തുന്നുണ്ട്. മാത്രമല്ല, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ബജരംഗ്ദളിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകനായ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില ദേശവിരുദ്ധ ശക്തികൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. അത്തരം ആവശ്യങ്ങൾ ബജരംഗ്ദളിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വിവരങ്ങൾ പരിശോധിക്കുകയും ഈ കേസിൽ ചില ദേശവിരുദ്ധ ശക്തികളുടെ പങ്കുണ്ട് എന്ന് വ്യക്തമായ ഒരു സാഹചര്യത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഈ അന്വേഷണം കൈമാറിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിടുകയായിരുന്നു. ശരി, നന്ദൻ.